വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന, ഏറ്റവും അധികം ബി ജെ പിക്ക് ആവശ്യമുള്ള വെസ്റ്റ് ബംഗാൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 294 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ 152 കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. 3.6 crore, അതായത് 3.6 കോടി ആൾക്കാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. 16 ഡിസ്ട്രിക്റ്റുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ 41.11% പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വളരെയധികം നിർണായകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുവരെയുള്ള ഒരു പോളിംഗ് ശതമാനം നോക്കുമ്പോൾ സ്ത്രീകൾ വളരെയധികം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു അസ്വാഭാവികമായിട്ടുള്ളൊരു ഒഴുക്കാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. SIR ശേഷമുള്ള ഇലക്ഷൻ കമ്മീഷനൊക്കെ വളരെയധികം വെടുപ്പാക്കിയ ഈ ഒരു സാഹചര്യത്തിൽ വയലൻസ് പല സാഹചര്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മുർഷിദാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിൽ വയലൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാൻ വരുന്നു എന്ന് പല മാധ്യമങ്ങളും പറയുമ്പോൾ ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇപ്പം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല, എങ്കിലും എന്തിനെയാണ് ഇത്, എന്തിലേക്കായിരിക്കും ഇതിന്റെ പോകുന്നത്? പശ്ചിമബംഗാള് 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 152 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഇതിലാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഈ ഒന്നാം ഘട്ടത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഒരു 90 മുതൽ 100 വരെ സീറ്റ് കിട്ടിയാൽ, ബി ജെ പിക്ക് കിട്ടിയാൽ, ഇന്ന് നടക്കുന്നതിൽ കിട്ടിയാൽ അടുത്തതിനകത്ത് അവർക്ക് വലിയ പ്രതീക്ഷയില്ല രണ്ടാം ഘട്ടത്തിൽ. കാരണം അത് മമതാ ബാനർജിയുടെ ഏറ്റവും സ്ട്രോങ് ഏരിയകളിലാണ് നടക്കുന്നത്. അവിടെ വലിയ സീറ്റ് ബി ജെ പിക്ക് കിട്ടാനുള്ള തെക്കൻ മേഖലയാണ്, മമതയുടെ തട്ടകങ്ങളാണ്. അവിടെ നിന്ന് കിട്ടാൻ സാധ്യതകൾ വളരെ കുറവാണ്. കിട്ടും, സീറ്റ് കിട്ടില്ലെന്നല്ല, വലിയ മെച്ചം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിലാണ് അവർക്ക് കൂടുതൽ സ്കോർ ചെയ്യേണ്ടത് ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ ഒന്നാം ഘട്ടം. അതാണ് ഇന്ന് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ ദിവസത്തെ ഒന്നാം ഘട്ടം അവർക്ക് നിർണായകമാണ്. അതുകൊണ്ടാണ് ഇത് ബി ജെ പിക്ക് ഇന്ന് നിർണായകം എന്ന് പറയാൻ കാരണം. അപ്പോ ഈ ദിവസത്തിൽ അവർക്ക് കഴിഞ്ഞ തവണ, അതായത് 2021 നടന്ന തെരഞ്ഞെടുപ്പില് ഈ ഭാഗങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 16 ജില്ലകളിലുള്ള ഈ ഒന്നാം ഭാഗത്ത് അവർക്ക് 58 സീറ്റ് കിട്ടിയിരുന്നു. പക്ഷെ അവിടെ മമത തന്നെ ആയിരുന്നു ലീഡ് ചെയ്ത, ബാക്കി സീറ്റുകളൊക്കെ മമതയ്ക്കായിരുന്നു. പക്ഷെ 58 സീറ്റ് അവർ 2021 പിടിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ഇവിടുത്തെ 77 മണ്ഡലങ്ങളില് 1ാം സ്ഥാനത്തെത്തി. അതാണ് അവരുടെ കരുത്ത്. അതായത് അവർ 58 സീറ്റ് അന്ന് കിട്ടിയത് മുതൽ അവർ നിരന്തരം ബി ജെ പി ഏറ്റവും കൂടുതൽ റാലികൾ നടത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മേഖലയാണ്. ഇപ്പൊ ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുർഷിദാബാദ് അടക്കമുള്ള മേഖലകളാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നത്. കൊച്ചു ബീഹാറും ഒക്കെ ഇതിൽ നടക്കുന്നത്. അപ്പൊ ഇവിടെയാണ് അവർ മുഴുവൻ കോൺസെൻട്രേഷൻ വെച്ചിരിക്കുന്നത്. കാരണം ഇവിടുന്നാണ് അവർക്ക് സീറ്റുകൾ കൂടുതൽ വേണ്ട. അപ്പൊ 58 2021 അന്ന് ഇത്രയൊന്നും വലിയ സ്ട്രോങ് അല്ലായിരുന്നു ബി ജെ പി. അവിടെ ഇത്ര വലിയ പ്രവർത്തനങ്ങളില്ലായിരുന്നു. അന്ന് SIR ഇതില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, സുരക്ഷിത പട്ടാളത്തിൽ നിന്നും കൊണ്ടൊന്നും അവിടെ ഇറക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ലോക്സഭ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടി. 77 സീറ്റിൽ അവർ 1ാം സ്ഥാനത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അവർ 100 സീറ്റ് പ്രതീക്ഷിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അത്തരത്തിലുള്ള ഒരു വലിയ തരംഗ പ്രചരണം അവർ നടത്തിയിരുന്നു. മറ്റൊന്ന്, ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് 2011 CPM ഭരണം അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ നന്ദിഗ്രാം വിഷയത്തോടു കൂടി അതൊരു ആണിക്കല്ലായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ CPM ഇല്ലാത്തന്നെ തകരുകയുണ്ടായിരുന്നു. മമത വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇതേപോലെ കൂട്ടമായി സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്ത ഒരു പിക്ചർ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. കാരണം ഈ കമ്മ്യൂണിസ്റ്റിന്റെ കരാള ഭരണത്തിൽ നിന്ന് ഒരു ചേഞ്ച് ആയിരുന്നു പിന്നെ നമ്മൾ കണ്ടത്. പിന്നെയാണ് മമതാ ബാനർജി അവിടെ വരുന്നത്. അപ്പൊ അതിന് സമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും നമ്മൾ ഈ സ്ത്രീ വോട്ടർമാർ ഇത്രയും പ്രകടമായി വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. നമ്മുടെ അക്രമ സംഭവങ്ങൾ വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പുതിയ സാധനമല്ല. തെരഞ്ഞെടുപ്പ് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കലാപം, ബോംബെറിയല്, പിന്നെ വെടിവെപ്പ്, കത്തിക്കുത്തൊന്നുമില്ല. അവർക്ക് അങ്ങനെ ചെറിയ വിഷയങ്ങളൊന്നുമില്ല, വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് അവിടെ. ഒരു വീട്ടിൽ ചെല്ലുക, ഗ്യാസ് പൊട്ടിച്ചു വിട്ടിട്ട് ആ വീട്ടുകാരെ മുഴുവൻ ചുട്ടുകൊല്ലുക, അവിടെ ഉള്ളവരെ മുഴുവൻ അടിച്ചോടിച്ച് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുക, ഇങ്ങനെയൊക്കെയുള്ള ക്രൂര വിനോദങ്ങളാണ് അവർക്കുള്ളത്. അപ്പം ഇങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇതുവരെ വരുമ്പോഴേക്കും ധനുഷ് പറഞ്ഞത് 41% വോട്ടിങ് കഴിഞ്ഞു. അതിപ്പം അതൊരു കറക്റ്റ് കണക്കല്ല, ഇതുവരെ കിട്ടിയ കണക്കാണ്. ഇനി ബാക്കി ഇതിന്റെ ചിലപ്പോൾ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ചിലപ്പോൾ 50% മേളിലിട്ട് പോയിട്ട് കഴിഞ്ഞ തവണ നടന്ന 80% മുകളിൽ പോളിംഗ് ബംഗാളിൽ നടന്നിരുന്നു. ഏതാണ്ട് അന്ന് പക്ഷെ വേറെ അന്ന് വോട്ടിംഗ് നടന്നിടത്തുള്ള ഒരു 90 ലക്ഷം പേര് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. SIR വന്നപ്പോഴേക്കും കുറഞ്ഞിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറഞ്ഞിട്ടുള്ളതല്ല.
ഇത് രണ്ട് ഭാഗത്തും കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ മഡ്വ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ന്യൂസിന്റെ മാനത്തിൽ പോയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ട് കാസ്റ്റ് ഉണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വന്നാണ്. ഒരു കാസ്റ്റുകാർക്ക് ഈ പൗരത്വ ഭേദഗതി അനുസരിച്ച് ഇത് കിട്ടി, ഇവർക്ക് അത് വേണ്ട, മമത പറഞ്ഞത് വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അങ്ങനെ നിർത്തിക്കൊണ്ട് മമതയുടെ തട്ടകത്തിൽ മമതയുടെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവരാണ് കൂടുതലും ഈ 50%-55% അവരാണ് ഈ SIR പുറത്തു പോയത്. മുസ്ലിംസ് പോയിട്ടുണ്ട്, ഇവിടെ അത്രയും ഇല്ല, ഇവരാണ് കൂടുതൽ പോയിരിക്കുന്നത്. അപ്പം അത് മമതയുടെ തട്ടകമാണ്. അപ്പോൾ ഈ ഒരു സീറ്റിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ഇടങ്ങളിലാണ് BJPക്ക് വലിയ ഹോൾഡ് ഉള്ളതും. ഇവിടെ മുമ്പ് ഭയങ്കര ആക്രമണം നടന്ന ഏരിയകളും ഒക്കെ ആയിരുന്നു ഈ തൃണമൂലൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ 2.5 ലക്ഷം സൈനികരാണ് ഇപ്പൊ വിന്യസിച്ചിരിക്കുന്നത്. അവിടെ 2 ആദ്യം ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ്, ഇപ്പൊ 2.5 ആക്കിയിട്ടുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ ഭയരഹിതരായിട്ട് അവിടെ വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ച അതായിരിക്കണം ഈ വോട്ടിംഗ് പെർസെന്റേജിൽ ഇപ്പോൾ കാണും. പിന്നെ BJP അവിടെ കാർഡ് ഇളക്കിയിട്ട് വലിയ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് ആകണം ഇയാൾ കൂടുന്നത്, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി BJP ചെയ്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. വോട്ട് കട്ടർ പാർട്ടി എന്നാണ് പ്രതിപക്ഷം എപ്പോഴും പറയുന്നത്. വോട്ട് കട്ടർ പാർട്ടി നമ്മുടെ OWC ഉണ്ട്, OWC B ടീം എന്നൊക്കെ പറയുന്നത്, BJPയുടെ B ടീം എന്നാണ് പറയുന്നത്. അപ്പൊ OWC മത്സരിക്കുന്നുണ്ട്. ഞാൻ BJPയുടെ B ടീം അല്ല. അത് മത്സരിക്കുന്നത് ഈ OWC മത്സരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മുസ്ലിം വോട്ടുകളെ സ്പ്ലിറ്റ് ആക്കും. ഇപ്പൊ ഈ മൂർഷിദാബാദ് എന്നൊക്കെ പറയുന്നിടത്ത് മുസ്ലിം കോട്ടകളാണ്, വലിയ ഭൂരിപക്ഷം തന്നെയാണ് മുസ്ലിംസ് അവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ CPM ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ മൂർഷിദാബാദ് എന്നൊക്കെ പറയുന്ന നൗഡ എന്നൊക്കെ പറയുന്ന ഇടങ്ങളിലൊക്കെ CPM വലിയ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് അക്കൗണ്ട് തുറക്കാനാവും. ഇപ്പൊ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കുമെന്ന് ചോദിക്കുന്ന പോലെ പശ്ചിമ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന CPMന് ഒരു അക്കൗണ്ട് തുറക്കാനാകുമോ എന്നാണ് അവർ ഉറ്റുനോക്കുന്ന കാര്യം. കഴിഞ്ഞ തവണ വട്ടപൂജ്യമായിരുന്നു. അപ്പൊ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 2-3 സീറ്റ് അവർ ഈ മൂർഷിദാബാദ് ജില്ലയിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവർ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 മുസ്ലിം പാർട്ടികളോട് മത്സരിക്കുന്നുണ്ട്. ഒന്ന് ഈ OWCയുടെ പാർട്ടി, മറ്റൊന്ന് ഹുമയൂണിന്റെ പാർട്ടി. ഹുമയൂണും BJP ഉണ്ടാക്കിയ പാർട്ടിയാണ്, ഹുമയൂണിന്റെ പാർട്ടി എന്നാണ് പറയുന്നത്. അറിയില്ല, ഇപ്പൊ ഹുമയൂണിന്റെ പാർട്ടിക്കാർക്ക് നേരെ അടിയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ അടി നടന്നു, CPMമാർക്കെതിരെ അടി നടന്നു. അപ്പൊ ഇതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂർഷിദാബാദിലെ സംബന്ധിച്ച് അങ്ങനെ മുസ്ലിം കോട്ടകളിൽ ഇത്തരം കാൻഡിഡേറ്റ് നിൽക്കുമ്പോൾ ഈ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ BJPക്ക് ജയിച്ചു കയറാമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഒന്നും അതാണ് ഞാൻ പറയുന്നത്, വലിയ മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തിയിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അവരുടെ ആ വോട്ട് ബാങ്കിൽ ഒരു വോട്ടും ചോരരുത്. കാരണം ഈ ഒരു ഒന്നാം ഘട്ടത്തിലെ 152 സീറ്റിൽ അവർക്കൊരു 90-100 ആ സീറ്റ് അവർ, കാരണം 77 സീറ്റിൽ അവർ ലീഡിംഗ് ആണ് നിലവിൽ 2024 കണക്ക് വെച്ചിട്ട്, ലോക്സഭയുടെ കണക്ക് വെച്ചിട്ട്. അങ്ങനെയെങ്കിൽ അത് ഇനി 90 ലക്ഷം വോട്ടർമാർ പോകുമ്പോൾ ഏതാണ്ട് 10% വോട്ടർമാർ കുറഞ്ഞിട്ടുണ്ട്. ഈ 10% വോട്ടർമാർ കുറയുന്നു എന്ന് പറയുമ്പോൾ 10-ൽ 8 പേരും TMC അനുഭാവികൾ തന്നെയാണ്, അതിൽ 2 പേര് BJPയുടെ അനുഭാവികളാണ്. ഇവിടെ ഈ 10% കുറയുമ്പോൾ നിലവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം മീൻസ് അവർക്ക് കിട്ടിയ വോട്ടെന്ന് 40%. അതായത് മമതയുമായിട്ട് വലിയ വ്യത്യാസമില്ല. പക്ഷെ നിയമസഭയിൽ കിട്ടുമ്പോൾ 10% വ്യത്യാസമുണ്ട്. ലോക്സഭ വരുമ്പോൾ ആ ശതമാനം കുറഞ്ഞു. അപ്പൊ 40% അവർക്ക് കിട്ടി 24-ല്. അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് പറ്റിയാൽ ഈ 10% കുറവുകൂടെ വന്നു കഴിയുമ്പോൾ ആ കണക്കുകൾ വെക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ അവർക്ക് ജയിക്കാം. അതായത് ഞാൻ പറഞ്ഞില്ല, ഈ ഒന്നാം ഘട്ടത്തിൽ അവർ എത്ര സീറ്റ് നേടുന്നു നമുക്ക് വോട്ട് എണ്ണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഏത് മേഖലയിലാണ് എണ്ണുന്നതെന്ന്. ഈ ഒന്നാം ഘട്ടത്തിലെ ജില്ലകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെയാണ് വോട്ട് എണ്ണുന്നത്. അവിടെ BJPക്ക് വലിയ ലീഡാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് തുച്ഛമായ സീറ്റ് ഉണ്ടെങ്കിൽ പോലും, കാരണം 145 സീറ്റ് ഉണ്ടെങ്കിൽ ഭരിക്കാൻ കഴിയും. അപ്പം അവർക്ക് ഈസി ആയിട്ട് ഭരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, സാധാരണ ബംഗാൾ ഇലക്ഷൻ നടക്കുമ്പോൾ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള കൊലപാതക വാർത്തകളും അക്രമ വാർത്തകളും ഒക്കെയാണ് നമ്മൾ സാധാരണഗതി കേൾക്കുന്നത്. 8 പേര് മരിച്ചു, 10 പേര് മരിച്ചു, പോലീസ് വെടിവെച്ചു, മറ്റേ പടളം വെടിവെച്ചു. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും കേട്ടില്ല. ഈ മൂർഷിദാബാദിൽ മാത്രമാണ് ഒരു സംഘർഷം നടന്നിരിക്കുന്നത്. അവിടെ ആദ്യത്തെ സംഘർഷം സഖാക്കന്മാരുമായിട്ടായിരുന്നു, CPMുമായിട്ട് വലിയ സംഘർഷമായിരുന്നു. കാരണം അവരുടെ വോട്ട്, തൃണമൂലിന്റെ വോട്ട് സ്പ്ലിറ്റ് ആക്കാനായിട്ട് ഇവർ നിൽക്കുന്നു എന്ന് വെച്ചിട്ടായിരിക്കണം അവർ ആക്രമിച്ചത്. പിന്നെ ഹുമയൂണിന്റെ പാർട്ടിക്കാരുമായിട്ട് ഇപ്പൊ സംഘർഷം ഉണ്ടായിട്ട് ലേറ്റസ്റ്റ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ലഭ്യമാകുന്ന വിവരം അതാണ്. ഹുമയൂണിന്റെ പാർട്ടിക്കാരായിട്ട് അവിടെ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വ്യാപകമായ രീതിയിൽ പഴയ സംഘർഷമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും ഇന്നലെ രാത്രി ഒരു കൂടുബോംബ് ആക്രമണം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പെട്രോൾ ബോംബും കൂടുബോംബും ഒക്കെ ഇവരുടെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ അതുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ പഴയതുപോലെ വ്യാപകമായിട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഇപ്രാവശ്യം കുറെ അധികം കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഈ വെബ്കാസ്റ്റിംഗ് സമ്പ്രദായം എല്ലാ ബൂത്തിലും കൊണ്ടുവന്നു. അത് ബൂത്തിൽ ആള് കൂടുന്നു എന്ന് കാണുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഡയറക്റ്റ് തന്നെ ഈ വിഷ്വൽസ് കാണാൻ പറ്റും. അപ്പൊ അവർക്ക് അതിന് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാം. 2, അവർ ബൂത്തുകളെല്ലാം ഈ CRPFന്റെയും കേന്ദ്ര സേനയും വെച്ചു. അതിൽ ഈ ബംഗാൾ പോലീസിനോട് അവിടുത്തെ ജനങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അവന്മാരെ മാറിക്കൊടുക്കുക ചെയ്യുന്നു ഈ കള്ളയോട്ടും കാര്യം ബൂത്ത് പിടുത്തമൊക്കെ വരുമ്പോൾ. അപ്പൊ അതുകൊണ്ട് അവരെ എന്ത് പറ്റി, ഗേറ്റിന് പുറത്ത് നിർത്തിക്കൊണ്ട് അകത്ത് കേന്ദ്രസേന തന്നെ നിന്നുകൊണ്ട് കൃത്യമായി തന്നെ
ഇവരുടെ ഐഡന്റിറ്റിയും മറ്റുമൊക്കെ പരിശോധിച്ചിട്ട് മാത്രമാണ് കയറ്റിവിടുന്നത്. അപ്പൊ അതൊന്നും കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, മുക്കിലും മൂലയിലും ഒക്കെ കേന്ദ്രസേന ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭയക്കാതെ വോട്ട് ചെയ്യാൻ വരാൻ കഴിയും. പക്ഷെ അവിടെ അറിഞ്ഞൊരു കാര്യം വെച്ചാൽ അവിടുത്തെ ഈ മറ്റ് ചാനലുകളും മറ്റും നോക്കുമ്പോൾ ചാനലുകളോട് ഈ പാർട്ടിക്കാരല്ലാതെ മറ്റാരും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ ഒരു സൈലന്റ് ഒരു നിശബ്ദതയുണ്ട് അവിടെ ഭയങ്കരമായിട്ട്. മുമ്പ് അങ്ങനെയല്ല. മുമ്പെന്ന് പറഞ്ഞാൽ മമതാജി എന്ന് പറഞ്ഞിട്ട് അവിടെ ഏതൊരാളത് ബൈക്ക് വെച്ച് കഴിഞ്ഞാൽ മമത എന്ന് പറയുമെങ്കിൽ നിശബ്ദതയുണ്ട്. നമ്മൾ അവിടുന്ന് കിട്ടിയ ചില ലോക്കൽ ന്യൂസ് സോഴ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് BJP അവിടെ ഒരു വലിയ എഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് നമ്മളിവിടെ പറയുന്നത് BJP ജയിക്കും 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 എന്ന് നമ്മൾ പറയാനുള്ളൊരു കാരണം അതാണ്. അത് ഈ ഘട്ടമാണ്. ഈ ഒന്നാം ഘട്ടത്തിൽ ഇവർക്ക് ലീഡ് കിട്ടിയാൽ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേനും 143 സീറ്റിലേക്കാണ് പിന്നെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോഴത്തേക്കും ആ 143 അവർക്കൊരു പിന്നെ 40ഓ 50ഓ 60ഓ കിട്ടിയാലും അവർ ഓക്കെയാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് പോകുന്നത്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. മമത എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി തള്ളാൻ കഴിയുന്നൊന്നല്ല തൃണമൂൽ കോൺഗ്രസ്. അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവർക്ക്. പിന്നെ അവരുടെ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്നലെയും അത് പറഞ്ഞിരുന്നു. നമ്മൾ ഈ ബംഗാളിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമോ ഇല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ടിന് വോട്ടിന് കഴിയുമ്പോഴോ എന്തായാലും ഒരു കലാപം, ഒരു വലിയ സംഘർഷം ബംഗാളിൽ ഉറപ്പാണ്. കാരണം അതൊരു വലിയ ഫൈറ്റ്, തെരുവിൽ ഫൈറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ്. അതുകൊണ്ട് ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന് നടക്കുന്നത്. ഇന്നത്തെ പോളിംഗ് ശതമാനങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശ ധാരണയിലേക്ക് എത്താം. ഇനിയും ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഈ പോളിംഗ് കൂടിയതെന്നും കൂടെ നമ്മൾ അറിയണം. കാരണം BJPയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയാസുകൾ, BJP ലക്ഷ്യം വെക്കുന്ന ഏരിയാസുകൾ, ആ മണ്ഡലങ്ങളുടെ കൂടെ കണക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യത എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്കൊന്നും തന്നെ പറയാൻ കഴിയില്ല. ഇതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും അതും കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തമിഴ്നാട്ടിലും വലിയ രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. അവിടെ വലിയ രീതിയിൽ തന്നെ അത് അവിടെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന വിജയ് എത്ര ശതമാനം വോട്ട് പിടിക്കും എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് പേരുടെ പരീക്ഷണ വേദിയാണ്. ഒന്ന് സ്റ്റാലിന്റെ മകനെ അവരോധിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ DMK വന്നാൽ ഇനി അടുത്ത യുഗം ഉദയനിധി സ്റ്റാലിന്റെ യുഗമായിരിക്കും. രണ്ടാമത്തെ തരത്തിൽ വിജയ്ക്ക് നല്ല ഹൈപ്പിൽ കയറി വന്ന് വിജയ്ക്ക് ഒരു സ്ഥാനം തമിഴ് മണ്ണിൽ കിട്ടും. മൂന്നാമത്തെ അവിടുത്തെ പോയിന്റ് അണ്ണാമലയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഹാങ് ആയിട്ടുള്ള ഒരു നിയമസഭ വരികയും വിജയ്ക്ക് കുറച്ച് സീറ്റുകൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണു പോകുന്നത് അണ്ണാമലയിലേക്കായിരിക്കും. കാരണം അവിടുത്തെ 37% പോളിംഗ് തമിഴ്നാട്ടിൽ ടോട്ടൽ ആയിട്ടുള്ളൂ. 37%. അല്ല, അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ചൂടിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മുടെ പണക്കാലത്തെ വലിയ പൊരിച്ച ചൂടുമൊക്കെ വരുന്നത് കൊണ്ടാകാം. പിന്നെ തമിഴ്നാട് പൊതുവെ ആ രീതിയിലാണ്. വലിയൊരു ആവേശത്തിലോ അങ്ങനെ വലിയൊരു തെരഞ്ഞെടുപ്പ് അങ്ങനെ വന്നിട്ടില്ല അവിടെ. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സംവിധാനം ഇപ്പൊ തമിഴ്നാട്ടിൽ ഇല്ലല്ലോ. കാരണം വിജയ് ഇന്നലെ റാലിയിൽ കരഞ്ഞു മെഴുകുന്നതൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാവിലെ തന്നെ ജനങ്ങൾ കുത്തിയൊലിച്ച് വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ എത്തേണ്ടതാണ്. അല്ല, പലപ്പോഴും തമിഴ്നാട്ടിൽ ഈ രാവിലെ മുതൽ തന്നെ വോട്ടിംഗ് പാറ്റേൺ കൂടുന്ന സംഭവങ്ങൾ വെച്ചാൽ അവരുടെ ഏതെങ്കിലും ഒരു നേതാവ് മരിക്കുമ്പോഴും അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെയാണ് അത്തരത്തിലൊരു ഇത് കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. കാരണം ഈ ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ അവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. സ്റ്റാലിന്റെ അഴിമതിയും ഒക്കെ തുറന്നു കാട്ടപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അത് പറയാൻ കഴിയില്ല. കാരണം അവസാന നിമിഷമായപ്പോൾ കുറച്ച് റീച്ച് ഉണ്ടാക്കി. അത് മാത്രമല്ല, വിജയ് അവിടുത്തെ ഒരു നിർണായക ഘടകമാണ്. വിജയ് സ്റ്റാലിന്റെ വോട്ട് ചോർത്തുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ ചോർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വിജയ്ക്ക് സീറ്റിന്റെ എണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ DMK സർക്കാർ താഴെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അങ്ങനത്തെ ഉള്ള ഏരിയകൾ അനവധി ഉള്ളത് കൊണ്ട്. കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് 5000 വോട്ടിനൊക്കെ താഴെ ജയിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അവിടെ വിജയുടെ പാർട്ടി ഒരു 10000 വോട്ട് പിടിച്ചാൽ പോലും അത് ഇതിനെ ബാധിക്കും, ഭയങ്കരമായിട്ട് തന്നെ ബാധിക്കും. അപ്പൊ അതിന് വിജയുടെ പാർട്ടി ആരുടെ നിന്നാണ് വോട്ട് വാങ്ങുന്നതെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും അവിടുത്തെ ഒരു ഹീറോ ആയിട്ട് തെരഞ്ഞെടുപ്പിന് ശേഷം വരാൻ സാധ്യതയുള്ള 3 പേരാണ്. അതിലൊന്ന് ഉദയനിധി സ്റ്റാലിനാണ്. അതിന് ഹീറോ ആകുമോ സീറോ ആകുമോ എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് അറിയാൻ കഴിയും. വിജയ്ക്ക് ഭാവി ഉണ്ടോ ഇല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാൻ കഴിയും. അണ്ണാമലയുടെ ചരിത്രം മാറ്റി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കാരണം ഇത്തവണ അദ്ദേഹം ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഭയങ്കരമായി ആക്റ്റീവായി ഇറങ്ങിയിട്ടുള്ള ഒരു നേതാവാണ് പ്രചരണത്തിന് വേണ്ടിയിട്ട് ശ്രീ അണ്ണാമല. അപ്പം ഇതിനകത്ത് BJP 2 ഡിജിറ്റ് കടന്നാൽ, അതായത് 10 സീറ്റിന് മുകളിൽ BJP കടന്ന് അണ്ണാമല തന്നെയായിരിക്കും ഹീറോ. കാരണം എല്ലാവരും പറഞ്ഞു അണ്ണാമല സംസ്ഥാന നേതൃത്വം കളഞ്ഞു, അണ്ണാമല പുറത്തു പോയത്. പക്ഷെ നോക്കിക്കോളൂ, ഈ തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു ഹീറോ? അണ്ണാമല തന്നെയായിരുന്നു. എല്ലാ മണ്ഡലങ്ങളും അദ്ദേഹം ഈ സ്ഥാനാർത്ഥിക്ക് കൊണ്ട് വോട്ട് ചോദിക്കാൻ പോയി. ഈ നരേന്ദ്രമോദി മുമ്പ് ചെയ്തിരുന്ന അതേ പണി തന്നെയാണ് അണ്ണാമല തമിഴ്നാട്ടിൽ ചെയ്തിട്ടില്ല. അദ്ദേഹം പ്രചരണത്തിനാണല്ലോ മോദി പോയിക്കൊണ്ടിരുന്ന എല്ലായിടത്തും പോയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 10 ഡിജിറ്റ് കടന്നു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? അണ്ണാമലയ്ക്ക്. സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നുണ്ട്. അപ്പൊ സംസ്ഥാന അധ്യക്ഷൻ എല്ലായിടത്തും പോകാനും കഴിയില്ല. അപ്പം ഇതാണ് ഒന്ന്. ഈ രണ്ടാമത്തത് ഒരു തൂക്കസഭ കണക്ക് വരുന്നു എന്ന് കരുതുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിജയെ വല്ലാതെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ണാമല.
വിജയ് കൂടുതൽ വോട്ട് പിടിക്കും, വിജയ്ക്ക് ഒരുപാട് പിന്തുണയുണ്ട് എന്ന് പറയുന്നത് അണ്ണാമല ഇടുന്നൊരു പാലമാണത്. കാരണം വിജയ് വോട്ട് പിടിക്കണം എന്നുള്ളത് ഇപ്പൊ ഇന്ത്യയുടെ ആവശ്യമാണ്. കാരണം വിജയ് കൂടുതൽ വോട്ട് പിടിച്ച് ഇന്ത്യയെ കരുതുന്നു അത് DMKയുടെ പാളായി തിന്നായിരിക്കുമെന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഭാവിയിൽ ഇതൊരു തൂക്കസഭ കണക്കാണ് വരുന്നതെങ്കിൽ ഈ BJPയുടെ TVKയുടെ പറയുന്ന വിജയുടെ പിന്തുണ BJPക്ക് അനിവാര്യമാണ്. അപ്പൊ വിജയുമായിട്ട് ലിങ്ക് ഉള്ള ഒരേ ഒരു നേതാവ് ഈ BJPയിലുള്ളൂ, അത് ശ്രീ അണ്ണാമലയാണ്. പിന്നെ മറ്റു പാർട്ടികൾക്കും സ്വീകാര്യനായ ഒരു നേതാവ് അണ്ണാമല. സത്യത്തിൽ തമിഴ്നാട്ടിൽ ഈ സ്റ്റാലിൻ കഴിഞ്ഞാലും BJP കഴിഞ്ഞാലും അതിനോടൊക്കെ ഈക്വലി നിൽക്കുന്ന ഒരു നേതാവ് അണ്ണാമലയാണ്. അണ്ണാമല ഒരു കാൻഡിഡേറ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ വോട്ടിങ്ങിലേക്ക് പോകുന്നില്ല ഉള്ളതേ ഉള്ളൂ. അണ്ണാമലയ്ക്ക് വലിയൊരു ബിഗ് ഫാൻ ബേസ് അവിടെ ഉള്ളതാണ്. അപ്പൊ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. ഏതായാലും അവിടെയും കഴിഞ്ഞ തവണത്തെ അത്ര വോട്ടിംഗ് പെർസെന്റേജ് നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും കണ്ണു പോകുന്നത് വെസ്റ്റ് ബംഗാളാണ്. കേരളത്തിൽ നമുക്ക് ഒരു ചെറിയ സ്റ്റേറ്റ് ആണ്. ഇവിടുന്ന് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നാഷണൽ പൊളിറ്റിക്സിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നൊന്നുമില്ല. നാഷണൽ പൊളിറ്റിക്സിൽ വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രതീതി മാത്രമാണ് ഉള്ളത്. പിന്നെ പോണ്ടിച്ചേരിയൊക്കെ നമ്മൾ പറയാത്ത കണക്ക് തന്നെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ വലിയ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റുകളൊന്നും അതിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല. അപ്പം മറ്റേതല്ല, അത് DMK എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയാണ്. 39 സീറ്റ് ലോക്സഭാ സീറ്റുള്ള സ്ഥലമാണ് തമിഴ്നാട്, 42 സീറ്റുള്ള സ്ഥലമാണ് വെസ്റ്റ് ബംഗാൾ. അത് വലിയ വലിയ സ്റ്റേറ്റുകളും വലിയ വലിയ പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ടാകുന്ന സ്റ്റേറ്റുകളുമാണ്. കേരളത്തിലെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റും അങ്ങനെയുള്ളൊന്നുമില്ല. ഞാനതാ പറഞ്ഞത്, ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പില് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് 3 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും 2 സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പുമായിട്ടാണ്. അതായത് ബംഗാളും തമിഴ്നാടുമാണ് നമ്മൾ വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് കാണുന്നത്. ബാക്കി ആസാം, പുതുച്ചേരി, കേരളം ഇതൊക്കെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ലെവലിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ നാടിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്, ഇവിടെ ആര് ഭരിക്കണം എന്നുള്ളത്. പക്ഷെ അതിന് ദേശീയ രാഷ്ട്രീയത്തിൽ അതിനൊരു ചലനം സൃഷ്ടിക്കാൻ പറ്റുന്നത്. ഇവിടെ ആര് കയറിയാലും, കോൺഗ്രസ് കയറിയാലും കമ്മ്യൂണിസ്റ്റ് കയറിയാലും ഒക്കെ 20 ലോക്സഭാ സീറ്റുകൾ ഉള്ള ഇവിടെ അതുകൊണ്ട് എന്തുണ്ടാകാനാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ നേരെ മറിച്ച് ബംഗാളാണ് കിട്ടുന്നതെങ്കിൽ BJPക്ക് ഇപ്പൊ ഈ മണ്ഡല പുനർക്രമീകരണം ഇല്ലാതെ തന്നെ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈസിയായിട്ട് ജയിക്കാൻ കഴിയും.